ഇനി ഇന്ത്യയുടെ അടുത്ത സീരീസ് ബംഗ്ലാദേശുമായിട്ടുള്ള പരമ്പരയാണ്. ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ T20 കളിക്കുന്നുണ്ട്. അതുപോലെ ടെസ്റ്റ് പരമ്പരയും. കഴിഞ്ഞ ശ്രീലങ്കൻ T20യിൽ സഞ്ജു ഫോം ഔട്ടായിരുന്നു. 2 തവണ ഡെക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സഞ്ജുവിനെ ടീമിലെടുക്കില്ലെന്നാണ് ആരാധകർ കരുതിയത്. എന്നാൽ ഇപ്പോൾ ഗൗതം ഗംഭീർ സഞ്ജുവിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് T20യിലാണ് സഞ്ജു കളിക്കാൻ പോകുന്നത്. ഇതിനുള്ള ഇന്ത്യൻ ടീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദ്രാവിഡിനെ പോലെ പേടിയുള്ള താരമല്ല ഗൗതം ഗംഭീർ. BCCIയോട് ഗംഭീർ യാതൊന്നും ചോദിക്കാറില്ല. ഗംഭീർ പറയുന്നതനുസരിച്ചാണ് BCCI കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോഴിതാ സഞ്ജുവിന് വീണ്ടും T20 ടീമിൽ എടുക്കണമെന്ന് ഗംഭീർ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത ബംഗ്ലാദേശ് T20യിൽ സഞ്ജു ഉണ്ടായിരിക്കും. രാഹുൽ ടീമിൽ ഉണ്ടായിരിക്കില്ല. ഋഷഭ് പന്ത് കീപ്പറായിട്ട് ടീമിലുണ്ടായിരിക്കും. സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ശുഭ്മാൻ ഗില്ലിനെയായിരുന്നു ശ്രീലങ്കൻ T20യിൽ വൈസ് ക്യാപ്റ്റൻ ആക്കിയത്. ആ ഒരു തീരുമാനം തെറ്റായി പോയെന്നാണ് ഗംഭീർ പറയുന്നത്. സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ ആക്കി വളർത്തിയെടുക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. സഞ്ജുവിന്റെ പ്രതിഭ എത്രത്തോളം ഉണ്ടെന്ന് ഗംഭീറിന് വ്യക്തമായിട്ട് അറിയാം. ബംഗ്ലാദേശുമായിട്ടുള്ള T20 ഇന്ത്യയിലാണ്. അതുകൊണ്ട് മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഞ്ജുവിനെ അവസരം കൊടുത്ത് സഞ്ജുവിന്റെ പ്രതിഭ പുറത്തു കൊണ്ടുവരാനാണ് ഗംഭീറിന്റെ പദ്ധതി. സഞ്ജുവിന് മാത്രമല്ല ഋതുരാജ്, അഭിഷേക് ശർമ്മ ഇവരെയെല്ലാം തിരിച്ചു വിളിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ശ്രീലങ്കൻ T20യിൽ കളിച്ച താരങ്ങളെ ഒഴിവാക്കി സിംബാബ്വെ പരമ്പര കളിച്ച താരങ്ങളെ തിരിച്ചു കൊണ്ടുവരാനാണ് ഗംഭീറിന്റെ പദ്ധതി. അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചിട്ടും താരത്തെ പുറത്താക്കി. അതുപോലെ ഋതുരാജിനെയും. ഗംഭീറിനെ തെറ്റുപറ്റി, അത് താരത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവരെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശ് T20യിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂര്യകുമാർ തന്നെയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. സഞ്ജുവിനെ ചിലപ്പോൾ വൈസ് ക്യാപ്റ്റൻ ആക്കിയേക്കും. ഹാർദിക് പാണ്ഡ്യ ഇനി ക്യാപ്റ്റൻ ആക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.